എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവിയലാണ്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കിപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചേന എടുത്തിട്ടുണ്ട്, ബീൻസ്, പൊട്ടാറ്റോ, ക്യാരറ്റ്, ഒരു സവാള, 2 പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നല്ല നീളത്തിൽ തന്നെ അരിഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പം ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പം ആദ്യം ചേന ഇട്ട് കൊടുത്തു, പിന്നെ ക്യാരറ്റ്, ബീൻസ്, പൊട്ടാറ്റോ, പച്ചമുളക്, സവോള ഇതെല്ലാം ചേർത്ത് നീളത്തിൽ തന്നെ അരിഞ്ഞു കൊടുത്തത് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു പേരിന് മാത്രം കുറച്ച് മുളക് പൊടി, ആ കളർ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് മാത്രം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ വെജിറ്റബിളിലും അതൊന്ന് പിടിക്കണം. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് തേങ്ങയാണെങ്കിലും വെള്ളരിക്കയാണെന്നുണ്ടെങ്കിലും മുരിങ്ങയ്ക്കാണെങ്കിലും എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. കായ ഉണ്ട്, ഏത്തക്കായ, അതും ഉപയോഗിക്കാം. അപ്പോൾ എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതെല്ലാം നീളത്തിൽ തന്നെ അരിയണം എന്നുള്ളതേ ഉള്ളൂ. 3 ടേബിൾ സ്പൂണോളം വെള്ളം മാത്രം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതൊന്ന് നന്നായിട്ടൊന്ന് വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം, അതെല്ലായിടത്തും ഒന്ന് പ്രോപ്പറായിട്ട് വേവ് കിട്ടാനായിട്ട്. അപ്പം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് അരപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ തേങ്ങ അരപ്പാണ്. അപ്പം ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന തേങ്ങയിലെ അരപ്പിൽ ഞാനൊരു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അത് പോയി കാണുക. അതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, തേങ്ങ ചിരകിയത് ഇത്രയും കൂടി ചേർത്ത് ഒന്ന് ഒതുക്കി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് അങ്ങ് ചമ്മന്തി അരയ്ക്കുന്ന പോലെ നമ്മളങ്ങ് അരയ്ക്കത്തില്ല. ജസ്റ്റ് തോരൻ്റെ അരപ്പ് അരയ്ക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഒതുക്കി ഒന്ന് എടുക്കും മിക്സറിൽ. ഓക്കെ, പൾസിൽ ചെയ്തെടുക്കുക. അതിനുശേഷം അതൊന്ന് തല്ലിക്കൂട്ടി അതിൻ്റെ നടുക്ക് ഞാനൊരു കുഴി ഉണ്ടാക്കി അതിനകത്ത് ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുത്തു. അതൊന്ന് ബാക്കി വെജിറ്റബിൾ കൊണ്ട് അതൊന്ന് മൂടി വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് തൈരാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ട് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ തൈര് ഒരു 3 ടേബിൾ സ്പൂണോളം തൈരും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ആ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ സമയത്തൊന്നും ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല, സിമ്മിലാണ് കിടക്കുന്നത്. നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നന്നായിട്ട് എല്ലാം ഇളക്കി നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ഈ വെജിറ്റബിൾ വേവണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നേ വെച്ചിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് പച്ചക്കറിവേപ്പിലയും അതുപോലെ തന്നെ നല്ല റോ ആയിട്ടുള്ള നല്ല അടിപൊളി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത്. അവിയൽ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് അടിപൊളി അവിയൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഓണത്തിനും ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ സെയിം റെസിപ്പിയിലുള്ള അവിയലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.